കാഞ്ഞിരമുക്കുപുറങ്ങിൽ വീടിനകത്തുണ്ടായ തീപിടുത്തത്തിൽ ഗൃഹനാഥനും ഭാര്യയും അമ്മയുമടക്കം ഒരു കുടുംബത്തിലെ 3 പേർ വെന്തു മരിച്ചു. മക്കൾ 2 പേരും വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ കാര്യങ്ങൾ മെഡിക്കൽ ഹോസ്പിറ്റലായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ബോഡി വിട്ട് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിന് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മെമ്പറും പ്രസിഡൻറ്റും മറ്റ് ജനപ്രതിനിധികളുമൊക്കെ ഈ പ്രദേശത്തുണ്ട്. ഞാൻ ഏകദേശം 2 മണിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ 3 പേര് പൊള്ളലേറ്റിട്ട് കിടക്കുന്നത്. 2 കുട്ടികളുടെ മോൻ്റെ കൈയിൻ്റെ മേലും മോള് ശ്വാസം തടസ്സം വന്നിട്ട് നിൽക്കണ കണ്ടത്. അങ്ങനെ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ കൊണ്ടുപോയി ചെയ്തത്. കൂടുതലായിട്ടൊന്നും നമുക്കറിയില്ല. ഇവിടെ വന്ന സംഭവമാണ് നമ്മൾ അറിഞ്ഞത്. ഹോസ്പിറ്റലിൽ എത്തിച്ച് ഗുരുതരം ഒരാൾ മരിച്ചു, മകൻ മരിച്ചു. അമ്മയ്ക്കും ഭാര്യയ്ക്കും ഗുരുതരമാണ്. പപ്പട കച്ചവടമാണ് അദ്ദേഹത്തിന്. മകൻ പഠിക്കുന്ന വിദ്യാർത്ഥി. വീട്ടിൻ്റെ അകത്ത് 5 പേര്, അമ്മയും ഭാര്യയും ഭർത്താവും 2 കുട്ടികളും. കാഞ്ഞിരമുക്കുപുറങ്ങ് സ്വദേശി 50 വയസ്സുകാരൻ ഏറാട്ട് വീട്ടിൽ മണികണ്ഠൻ, ഭാര്യ 42-കാരി റീന, അമ്മ 70 വയസ്സുള്ള സരസ്വതി എന്നിവരാണ് മരിച്ചത്. മക്കളായ 20-കാരൻ അനിരുദ്ധൻ, 22 വയസ്സുള്ള നന്ദന എന്നിവർക്കും പൊള്ളലേറ്റിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടെ പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാഞ്ഞിരമുക്ക് പുളിക്കക്കടവ് തീരദേശ റോഡിലെ മണികണ്ഠന്റെ ഓടിട്ട വീട്ടിലാണ് സംഭവം നടന്നത്. വീടിനകത്തു നിന്ന് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് പൊള്ളലേറ്റവരെ പുറത്തെത്തിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം അറിയുന്നത്. അപ്പോൾ തന്നെ വാർഡ് മെമ്പറെ വിളിച്ചു. വാർഡ് മെമ്പർ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. ഇവിടെ പെരുമ്പടപ്പ് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇവരെ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ഗൃഹനാഥനായ മണികണ്ഠൻ മരണപ്പെട്ടതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. ബാക്കി അവരുടെ ഭാര്യ, അമ്മ ഗുരുതരാവസ്ഥയിലാണ്. കുട്ടികൾക്ക് വലിയ അപകടമില്ല എന്നാണ് അറിഞ്ഞത്. അത് നമുക്ക് വ്യക്തമല്ല. ഗുരുതരമായി പരിക്കേറ്റ മണികണ്ഠനെയും ഭാര്യയെയും അമ്മയെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നന്ദന, അനിരുദ്ധൻ എന്നിവരുടെ പരിക്ക് ഗുരുതരമല്ല. ബെഡ്റൂമിൽ സ്വയം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നുവെന്ന് മണികണ്ഠൻ തന്നെ പോലീസിന് മൊഴി നൽകിയെന്നാണ് വിവരം. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കാരണമെന്നും സൂചനയുണ്ട്. സംഭവത്തിൽ പെരുമ്പടപ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.